പൊന്നാനിയുടെ തനത് ഫ്രഷ് ഫിഷ് ആധുനിക സൗകര്യങ്ങളോടെ സംഭരിച്ച് എല്ലാവർക്കും എത്തിക്കുന്ന പദ്ധതിയടക്കമുള്ള നിരവധി നൂതന ആശയങ്ങളുമായി പൊന്നാനി നഗരസഭയിൽ സംഘടിപ്പിച്ച മത്സ്യസഭ ശ്രദ്ധേയമായി. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്, സെലിബ്രേറ്റിംഗ് 50 years. പൊന്നാനിയുടെ തനത് ഫ്രഷ് ഫിഷ് ആധുനിക സൗകര്യങ്ങളോടെ സംഭരിച്ച് എല്ലാവർക്കും എത്തിക്കുന്ന പദ്ധതിയടക്കമുള്ള നിരവധി നൂതന ആശയങ്ങളുമായി പൊന്നാനി നഗരസഭ സംഘടിപ്പിച്ച മത്സ്യസഭ ശ്രദ്ധേയമായി. 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് ചേർന്ന മത്സ്യസഭ നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷത വഹിച്ചു. കടലിനോട് മല്ലടിച്ച് നാടും വീടും പോറ്റുന്ന കടലിൻ്റെ മക്കളായ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുക എന്നത് പൊന്നാനി നഗരസഭയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ മത്സ്യസഭ നടത്തുന്നത്. അപ്പോൾ ഈ മേഖലയിൽ കഴിഞ്ഞ പിന്നിട്ട വർഷങ്ങൾ വലിയ രീതിയിലുള്ള ഇന്നോളമില്ലാത്ത രീതിയിൽ മാതൃകാപരമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു നഗരസഭയുടെ പേരാണ് പൊന്നാനി നഗരസഭ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളായി നമുക്കറിയാം ഏകദേശം 35 ലക്ഷം രൂപയോളമാണ് മത്സ്യക്ഷേമനിധി ബോർഡ് നമുക്ക് താഴ്ത്തു വെച്ചിട്ട് വിതരണം ചെയ്തത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ. അതുപോലെ മത്സ്യഫെഡ് അവർക്ക് ആവശ്യമുള്ള അവബോധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ച വിപുലമായ രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നഗരസഭയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഇപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി ലാപ്ടോപ്പുകളും അതുപോലെ ഫർണിച്ചറുകളും എല്ലാം വിതരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK മഷൂദ് സ്വാഗതം പറഞ്ഞു. P ഷംസുദ്ദീൻ, TK അഷ്റഫ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആദർശ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഹസീന നന്ദി പറഞ്ഞു.